കഥകൾ പറയാനുള്ള മനുഷ്യന്റെ കഴിവ് അപാരം തന്നെയാണ്. ഓരോ മനുഷ്യനും ഒരു കഥയെങ്കിലും പറഞ്ഞു തരാൻ കഴിയുന്ന തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഥ എഴുതാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കഥയെ കുറച്ചുകൂടി അനുഭവവേദ്യമാക്കുന്ന തരത്തിൽ എഴുതണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ കുറച്ച് ആളുകളോട് ഇടപഴകുകയും അവരോട് സംസാരിക്കുകയും നിങ്ങളുടെ കഥാതന്തുവിനെ കുറിച്ചുള്ള ഒരു സൂചന അവർക്ക് കൊടുക്കുകയും ചെയ്തു. പലപ്പോഴും നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള ട്വിസ്റ്റുകളൊക്കെയാണ് ഈ കഥകളിൽ ഈ ആളുകൾ നമുക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ പല പല കഥകളിലും സംഭവിക്കുന്ന എന്താന്ന് വെച്ചാല് നമ്മൾ തുടങ്ങിയിട്ട് ഒരു പ്ലാനൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇരിക്കുന്ന കഥകള് ആ പ്ലാനൊക്കെ തെറ്റി എവിടെയൊക്കെയോ ചെന്നിട്ടിച്ച് പിന്നെയും തിരിച്ചു വന്ന് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ തന്നെ ഒരു പുനർവിചിന്തനത്തിന് ആ കഥയുടെ മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ എത്രയോ നന്നായിട്ടാണ് ഈ കഥ ഇവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. പക്ഷെ ഇതിലൊക്കെ ഒരു തരത്തിൽ ഏറ്റവും കൂടുതലായി നമുക്ക് വേണ്ടത് ക്ഷമയാണ്. കേട്ടിരിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ ഉണ്ടാവുക. ഈ കാര്യത്തിൽ പലപ്പോഴും കഥാകാരന്മാർക്ക് അല്പം ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് തോന്നുന്നു. എന്തിന് ഓരോരുത്തരുടെ കഥകൾ നമ്മൾ കേൾക്കും, നമ്മുടെ കഥകൾ തന്നെ നമ്മൾ പറഞ്ഞാൽ പോലെ ഒരു മൾട്ടി ഡയമെൻഷണൽ വ്യൂ പോയിന്റ് ഇതിൽ വരുന്നത് നമ്മൾ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കൂടി കേൾക്കുകയും അതിനനുസരിച്ച് മാറ്റം വരുത്തണം എന്നല്ല ഞാൻ പറഞ്ഞു. നമ്മുടെ കഥയിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരുത്തുകയും ചെയ്യാനുള്ള ഒരു അവസ്ഥ നമുക്ക് അത്തരത്തിൽ എഴുതുന്ന ഒരുപാട് പേരുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എല്ലാവരും അങ്ങനെ എഴുതാൻ ആഗ്രഹിക്കുന്നുമില്ല എന്നുള്ളതും ഒരു സത്യമാണ്.